ഇടുക്കി കാഞ്ചിയാറിൽ കൊല്ലപ്പെട്ട അനുമോളുടെ ഭർത്താവ് ബിജേഷ് പിടിയിൽ. കുമളിയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കുമളി വനമേഖലയിൽ നിന്നാണ് ബിജേഷിനെ പിടികൂടിയത്. 21-നാണ് കാഞ്ചിയാർ അനുമോളെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജീർണിച്ച ജഡം കട്ടിലിന് അടിയിൽ പുതപ്പിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഭർത്താവ് ബിജേഷിനെ കാണാതായത്. കോഴിക്കോട് മുക്കം നോർത്ത് കാരശ്ശേരിയിൽ കൊപ്രച്ചേവിന് തീപിടിച്ചു. നോർത്ത് കാരശ്ശേരിയിലെ വെളിച്ചെണ്ണ കമ്പനിയിലെ കൊപ്രച്ചേവിനാണ് തീപിടിച്ചത്. മുക്കം ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കി. ഇടുക്കി പെരിയ കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം. ജീപ്പിന് നേരെ പാഞ്ഞെടുത്ത ആന വാഹനത്തിന്റെ ചില്ല് തകർത്തു. ഇന്നലെ രാത്രി 10:30ഓടെയാണ് സംഭവം. പെരിയ കനാൽ എസ്റ്റേറ്റിന് സമീപത്ത് വെച്ച് ജീപ്പിന് നേരെ ആന പാഞ്ഞെടുക്കുകയായിരുന്നു. ചക്കക്കൊമ്പനാണ് ആക്രമണം നടത്തിയത് എന്നാണ് കരുതുന്നത്. നേരെ വന്നോണ്ടേ വണ്ടി ഫ്രണ്ട് താക്കി நாங்க வண்டி ரிவர்ஸ் எடுக்கிறதுக்குள்ள அதாவே கொண்டு வந்து கீழே பள்ளத்தில் இறக்கி விட்டுருச்சு. இறக்குண்டே வண்டியில ரொம்ப சேதப்படுத்திட்டே இருந்துச்சு. அதுல பின்னாடி சேதப்படுத்தும் போது ஃப்ரண்ட்ல 2 பேர் இறங்கி ஃப்ரண்ட்ல ஓடிட்டோம். உடனே அவரை பார்த்து ஃபாலோ பண்ணி போறோம். அப்படியே நாங்க பேக்ல டோர் லாக்கு கண்ணாடி உடச்சு நாங்க வெளியே எஸ் ஆகி இங்கிட்டு வந்துட்டோம். எங்களுக்கு பின்னாடி ஒரு 50 மீட்டർ ഫോളോ பண்ணிருச்சு. വാഹനത്തിന്റെ ഗ്ലാസിൽ ആന അടിക്കുകയും തള്ളി നീക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതോടെ പുറകിലെ സീറ്റിലിരുന്ന യാത്രക്കാർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടി. ഇവരെ ആക്രമിക്കുവാനും ആന ശ്രമിച്ചു. ഈ സമയം ഡ്രൈവറും വാഹനത്തിൽ നിന്ന് ഇറങ്ങി. കുറേ ദൂരം യാത്രക്കാരെ ആന പിന്തുടർന്നു. അത്ഭുതകരമായാണ് ഇവർ രക്ഷപ്പെട്ടത്. ന്യൂസ് 18 ഇടുക്കി. അരിക്കൊമ്പൻ ദൗത്യം സ്റ്റേ ചെയ്ത നടപടിയിൽ പ്രതിഷേധ സൂചകമായി നാളെയും മറ്റന്നാളും ചിന്നക്കനാൽ മേഖലയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കുമെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. കാട്ടാന ആക്രമണം മൂലം ചിന്നക്കനാലിൽ 14 പേർ മരിച്ചിട്ടുണ്ട്. കൊല്ലം തേവലക്കര പടിഞ്ഞാറേക്കര ശാന്തിനികേതൻ NSS കരയോഗത്തിൻ്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്തു. ട്രഷറർ അഡ്വക്കേറ്റ് NV അയ്യപ്പൻപിള്ള ഉദ്ഘാടനം ചെയ്തു. PN ഗോപാലകൃഷ്ണപിള്ള അധ്യക്ഷനായി. കരയോഗം സെക്രട്ടറി MS വേണുഗോപാൽ അടക്കമുള്ളവർ പങ്കെടുത്തു. കേരള തമിഴ്നാട് അതിർത്തിയിലെ വനത്തോട് ചേർന്ന് കിടക്കുന്ന കാപ്പാട് ഗ്രാമവും ഓർമ്മകളിലേക്ക്. വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടിയ കുടുംബങ്ങൾ സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിലേക്ക് നീങ്ങുകയാണ്. ഇത് പ്രകാരം സ്വന്തം ഗ്രാമം വിട്ടൊഴിയുകയാണ് കാപ്പാടിലെ ഗ്രാമവാസികൾ. വയനാട് വന്യജീവി സങ്കേതത്തിൽപ്പെടുന്ന മുത്തങ്ങ റേഞ്ചിലെ വനാതിർത്തിയോട് ചേർന്നുള്ള ഗ്രാമമാണ് കാപ്പാട്. 7 കുടുംബങ്ങളാണ് ഇനി ഇവിടെയുള്ളത്. കാട്ടാന അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ് ഇവിടെ. കുടുംബങ്ങൾക്ക് പുറം ലോകത്ത് എത്തണമെങ്കിൽ വനത്തിലൂടെ സഞ്ചരിക്കണം. പകലും രാത്രിയും ഒരുപോലെ വന്യമൃഗാക്രമണം പതിവായതോടെയാണ് ഈ കുടുംബങ്ങൾ അവരുടെ ഗ്രാമം വിട്ടുപോകാൻ തീരുമാനിച്ചത്. ഇതിനായി സ്വയം സന്നദ്ധത പുനരധിവാസ പദ്ധതി പ്രകാരം പുറത്തുപോകാൻ കുടുംബങ്ങൾ സമ്മതമറിയിച്ച് അപേക്ഷ നൽകി. ഇതോടെ സംസ്ഥാന സർക്കാർ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി നവകിരണം പദ്ധതി പ്രകാരം ഓരോ കുടുംബത്തിനും 15 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകി കുടുംബങ്ങളെ പുറത്തെത്തിക്കാൻ തീരുമാനിച്ചു. തുച്ഛമായ പൈസ എന്ന് തന്നെ പറയാം. ഈ പൈസയ്ക്ക് നമുക്ക് പുറത്തുപോയി കഴിഞ്ഞാൽ ഭൂമി ഇതുപോലെയുള്ള ഒരു സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ വിഷമത്തോടു കൂടിയാണ് ഈ പ്രദേശം വിട്ടൊഴിയുന്നത്. കാരണം നിവർത്തിയില്ല. പകല് പോലും നമുക്ക് ഒരു ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത സാഹചര്യം. പല പ്രാവശ്യം ആനയുടെ ആക്രമണങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വിഷമത്തോടു കൂടിയാണ് യാത്രയാവുന്നത്. 18 വയസ്സായവരെ ഒരു കുടുംബമായി പരിഗണിച്ചാണ് നഷ്ടപരിഹാരം നൽകുന്നത്. ഇത്തരത്തിൽ 23 അർഹതപ്പെട്ട കുടുംബങ്ങളാണ് ഈ ഗ്രാമത്തിൽ ഉള്ളത്. ഇവർക്കുള്ള തുകയുടെ ആദ്യ ഗഡു അക്കൗണ്ടുകളിൽ എത്തിക്കഴിഞ്ഞു. അങ്ങനെ ജനിച്ചു വളർന്ന മണ്ണ് വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുകയാണ് കാപ്പാട് ഗ്രാമക്കാർ. ഇതോടെ കൊട്ടങ്കരയും അമ്മവയലും പോലെ വനഗ്രാമമായ കാപ്പാടും ഇനി ഓർമ്മയാകും. ന്യൂസ് 18 വയനാട്. ആലപ്പുഴ കായംകുളത്ത് ഗാനമേള ട്രൂപ്പിൻ്റെ ടെമ്പോ വാൻ സ്വകാര്യ ബസിൻ്റെ പിന്നിലിടിച്ച് 3 പേർക്ക് പരിക്ക്. തിരുവനന്തപുരം സ്വദേശികളായ മനു, റോജിൻ, വിശാഖ് എന്നിവർക്കാണ് പരിക്കേറ്റത്. KP റോഡിൽ കായംകുളം പോലീസ് സ്റ്റേഷന് സമീപമാണ് അപകടം. കണ്ണൂർ ഹൈനസ് ഗാനമേള ട്രൂപ്പിൻ്റെ
മൈക്ക് സെറ്റ് വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർഷിക കേരളം. തണ്ണിമത്തൻ കൃഷിയിൽ വിജയഗാഥയുമായി മലപ്പുറത്തെ ഒരു കർഷകൻ. വെണ്ടല്ലൂർ സ്വദേശി സലീമിന്റെ കൃഷിയിടത്തിലാണ് തണ്ണിമത്തൻ വിളവെടുപ്പ്. കൊടും ചൂടിൽ തണ്ണിമത്തൻ തേടുന്നവർക്കിനി അയൽ ജില്ലകളിലേക്ക് പോകേണ്ടതില്ല. ഇരുമ്പിളിയം പഞ്ചായത്തിലെ വെണ്ടല്ലൂർ പാടശേഖരത്തിൽ തണ്ണിമത്തൻ വിളവെടുപ്പാണ്. 6 വ്യത്യസ്ത ഇനം തണ്ണിമത്തനാണ് വിളഞ്ഞു നിൽക്കുന്നത്. യെല്ലോ ഫ്ലാഷ് IB, വിശാല, അൻമോൾ യെല്ലോ, ഐസ് ബോക്സ് തുടങ്ങിയ ഇനങ്ങളാണ് കർഷകനായ സലീമിന്റെ പാടശേഖരത്തിൽ വിളഞ്ഞു കിടക്കുന്നത്. തുറന്ന സ്ഥലത്ത് കൂടുതൽ വിളവ് ലക്ഷ്യം വെച്ചാണ് കൃഷി ആരംഭിച്ചത്. പ്രതീക്ഷിച്ചതുപോലെ 100 മേനി വിളവ് ലഭിച്ചു. ഇവിടെ വിവിധങ്ങളായ 6ഓളം വെറൈറ്റികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാവർക്കും സുപരിചിതമായ ഐസ് ബോക്സ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണിത്. തിരക്കടില്ലാത്ത വിളവ് ഉണ്ടായിട്ടുണ്ട്. 6 വെറൈറ്റികളുണ്ട്. അതിൻ്റെ രൂപത്തിൽ വ്യത്യാസങ്ങളുണ്ടാവും, കാണുമ്പോൾ അറിയാം. ടേസ്റ്റിലും വ്യത്യാസങ്ങളുണ്ട്. റമദാൻ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ കൃഷിയുടെ വിളവെടുപ്പ് നടത്താൻ സാധിച്ചതിൽ ഏറെ സന്തോഷമെന്ന് കർഷകനായ സലീം. ഇരുമ്പിളിയം കൃഷിഭവനും സഹായവുമായി സലീമിനൊപ്പമുണ്ടായിരുന്നു. പലതരത്തിലുള്ള പല വെറൈറ്റികളായ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് മുഹമ്മദ് സലീം നാൾ. അപ്പോൾ അദ്ദേഹം വെറുതെ നമ്മൾ ഒരു കൃഷി എന്നുള്ള ഇതിലുപരി അദ്ദേഹം വളരെ ശാസ്ത്രീയമായി ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് മുറകൾ പരിപാലിച്ച് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത്രയും 5 ഏക്കറിൽ കൃഷി ചെയ്തിട്ടുള്ളത്. ഉത്സവാന്തരീക്ഷത്തിലാണ് വിളവെടുപ്പ് നടന്നത്. വെണ്ടല്ലൂർ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള 4ാം ഘട്ട ഡ്യൂ സ്റ്റാർ മെലൻ വിളവെടുപ്പ് ഇരുമ്പിളിയം പഞ്ചായത്ത് പ്രസിഡന്റ് മനുപ്പ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. നൂതന രീതിയിലുള്ള ശാസ്ത്രീയ കൃഷിരീതികളെക്കുറിച്ചും കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വിളവെടുക്കുന്ന സാങ്കേതിക വിദ്യകളെക്കുറിച്ചും ചടങ്ങിൽ വിവരിച്ചു. ആവശ്യക്കാർക്ക് കൃഷിയിടത്തിൽ വന്ന് നേരിട്ട് വാങ്ങാനുള്ള സൗകര്യവുമുണ്ട്. ന്യൂസ് 18 തിരൂർ. പാലക്കാട് വാടാനം കൃഷിയിൽ കർഷകർക്ക് ആദരം അർപ്പിച്ച് പാടശേഖര സമിതി. അശ്വതി പാടശേഖര സമിതിയുടെ നേതൃത്വത്തിലാണ് ആദരം ഒരുക്കിയത്. വാടാനാം കുറിശി അശ്വതി പാടശേഖര സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് നാട്ടിലെ മുതിർന്ന കർഷകരെ ആദരിച്ചത്. 10,000-ലധികം നെല്ലളന്ന കർഷകരെ ചടങ്ങിൽ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. അശ്വതി പാടശേഖര സമിതി സെക്രട്ടറിയായി 36 വർഷം സേവനമനുഷ്ഠിച്ച വേലായുധൻ നായർക്കും പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. നമ്മുടെ ഓങ്ങല്ലൂർ പഞ്ചായത്താണെങ്കിലും ഇത്തവണ കൃഷിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മുൻ വേറെ പഞ്ചായത്തുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഓങ്ങല്ലൂർ പഞ്ചായത്ത് മാത്രമാണ് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള നെൽവിത്ത് സൗജന്യമായിട്ട് നൽകുന്ന പഞ്ചായത്ത്. അത് ഇത്തവണയും തുടർന്നു പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. യോഗത്തിൽ 100ഓളം കർഷകർ പങ്കെടുത്തു. തുടർന്ന് നടന്ന ജനറൽ ബോഡി യോഗത്തിൽ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ന്യൂസ് 18 പട്ടാമ്പി. ഇടുക്കി നെടുങ്കണ്ടത്ത് ദമ്പതികളെ മർദ്ദിച്ച് മോഷ്ടാക്കൾ പണം അപഹരിച്ചു. സ്പ്രേ മുഖത്തടിച്ച ശേഷമാണ് ആക്രമണം നടത്തിയത്. നെടുങ്കണ്ടം പാലാർ സ്വദേശി പെരുമ്പുഴയിൽ ശ്രീകുമാറിനും ഭാര്യ വിജിയ്ക്കുമാണ് മർദ്ദനം ഏറ്റത്. വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ശ്രീകുമാറിനെ മർദ്ദിച്ച ശേഷം കൈവശമുണ്ടായിരുന്ന 30,000-4,000 രൂപ മോഷ്ടാക്കൾ അപഹരിച്ചു. പരിക്കേറ്റ ഇരുവരെയും നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെടുങ്കണ്ടം പോലീസ് അന്വേഷണം ആരംഭിച്ചു. നാട്ടുവർത്തമാനം തുടരുന്നു. വേനൽ ചൂടിനൊപ്പം തീപിടുത്തവും വ്യാപകമാകുന്ന സാഹചര്യത്തിൽ പട്ടാമ്പി താലൂക്ക് റവന്യൂ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നിരീക്ഷണം ശക്തമാക്കി. ഭാരതപ്പുഴയിലെ കുറ്റിക്കാടുകൾക്ക് തീപിടിക്കുന്നത് പതിവാണ്. എന്നാൽ പലപ്പോഴും സാമൂഹ്യ വിരുദ്ധർ തീയിടുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നു. വേനൽ കടുത്തതോടെ ഭാരതപ്പുഴയിലും പട്ടാമ്പിയിലെ വിവിധ ഭാഗങ്ങളിലും തീപിടുത്തം പതിവായി. ഇതിൽ ഭാരതപ്പുഴയിൽ ഉണ്ടാവുന്ന തീപിടുത്തങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിയാണ് പട്ടാമ്പി താലൂക്ക് റവന്യൂ വിഭാഗം രംഗത്തെത്തിയത്. സാധാരണ വേനൽ കടുക്കുമ്പോൾ ഉണ്ടാകുന്ന തീപിടുത്തമല്ല പട്ടാമ്പി ഭാരതപ്പുഴയിലെ വിവിധ മേഖലകളിലായി കാണുന്നത്. പലരും മനഃപൂർവ്വം പുഴകളിലുള്ള കുറ്റിക്കാടുകൾക്ക് തീയിടുന്നു എന്നാണ് റവന്യൂ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. അതേസമയം പുഴയിലെ തീപിടുത്തങ്ങളിൽ ദേശീയ ഗ്രീൻ ട്രൈബ്യൂണൽ നേരിട്ട് കേസെടുത്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അനധികൃതമായി ഭാരതപ്പുഴയിൽ ഇറങ്ങി കുറ്റിക്കാടുകൾക്ക് തീയിടുന്നവർക്കെതിരെ ക്രിമിനൽ കേസ് അടക്കമുള്ളവ ചുമത്താനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി ഭാരതപ്പുഴയിലെ വിവിധ ഭാഗങ്ങളിൽ റവന്യൂ വിഭാഗം സ്ക്വാഡുകൾ നിരീക്ഷണം ആരംഭിച്ചു. ഇത് വളരെ ദുരന്തം സൃഷ്ടിക്കാനുള്ള ഒരു കാരണം കൂടിയായിട്ട് ആവാസ വ്യവസ്ഥയെ തന്നെ വെല്ലുവിളി നേരിടുന്ന ഒരു സമ്പ്രദായമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇത്തരം പ്രവണതയിൽ ഏർപ്പെടുന്ന ആരാണെങ്കിലും ശരി,
അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. അതിനെതിരെ പോലീസ് ക്രിമിനൽ കേസ് തന്നെ എടുക്കാനുള്ള തീരുമാനം ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് ആരെങ്കിലും ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ പിന്മാറണമെന്നാണ് പറയാനുള്ളത്. പുഴയുടെ കുറ്റിക്കാടുകൾക്ക് തീയിടുന്നത് കണ്ടെത്തിയാൽ കേസെടുക്കുകയും പിഴ ചുമത്തുകയും ചെയ്യും. മുൻകാലങ്ങളിൽ ഭാരതപ്പുഴയിലുണ്ടായ തീപിടുത്തങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് 18 പട്ടാമ്പി. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൻ്റെയും ജാഗ്രതാ സമിതിയുടെയും നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ ജില്ലാതല പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. മന്ത്രി വീണ ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുണ്ടാകുന്ന അതിക്രമങ്ങൾ തടയുന്നതിനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുമായുള്ള ബോധവൽക്കരണവും പരിശീലനവുമാണ് പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമല്ലൂർ ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജി മാത്യു എന്നിവർ സംസാരിച്ചു. എറണാകുളം ഊന്നുകൽ സഹകരണ ബാങ്ക് തലക്കോട് തണ്ണീർ പന്തലൊരുക്കി. തണ്ണിമത്തനും മോര് സംഭാരവുമാണ് ഇവിടെ നൽകുന്നത്. കടുത്ത വേനലിൽ പൊതുജനങ്ങൾക്ക് ആശ്വാസമാകാൻ ഒരുക്കിയ തണ്ണീർ പന്തൽ ബാങ്ക് പ്രസിഡന്റ് MS പൗലോസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് തോമാച്ചൻ ചാക്കോച്ചൻ അധ്യക്ഷത വഹിച്ചു. എറണാകുളം കീരമ്പാറ പഞ്ചായത്തിൽ നവീകരിച്ച വരിക്കാനിക്കൽ SC കോളനി റോഡ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീറാണ് ഉദ്ഘാടനം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനീസ് ഫ്രാൻസിസ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് പോലീസിനെതിരെ പരാതിയുമായി യുവാവ്. ബേക്കൽ SI പ്രദീപിന് എതിരെയാണ് പരാതി. അകാരണമായി മർദ്ദിച്ചു എന്നാരോപിച്ച് പെരിയ റോഡ് സ്വദേശി മഞ്ജുനാഥാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. ദിവസങ്ങൾക്ക് മുൻപ് കോട്ടക്കുന്നിലെ ഹോട്ടലിന് സമീപത്താണ് സംഭവം. ബേക്കൽ SI പ്രദീപ് അശ്രദ്ധമായി കാർ എടുത്തത് ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണമെന്ന് മഞ്ജുനാഥ് പറയുന്നു. ഇതിനിടെ കാറിൽ നിന്നിറങ്ങിയ പ്രദീപ് മഞ്ജുവിന്റെ ബൈക്കിന്റെ താക്കോൽ എടുക്കുകയും ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് വലിക്കുകയും ചെയ്തു. മഞ്ജുനാഥിനെയും കൂടെയുണ്ടായിരുന്ന അരവിന്ദാക്ഷനെയും നിതീഷിനെയും സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ജീപ്പിൽ പ്രദീപ് ബലമായി കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പോലീസ് വാഹനത്തിൽ നിന്നും സ്റ്റേഷനിൽ എത്തിച്ച ശേഷവും SI ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് ആരോപണം. ഒരു വണ്ടി റിവേഴ്സ് വരികയായിരുന്നു, മഫ്റ്റിലായിരുന്നു പോലീസ്. നമുക്കറിയുന്നില്ലല്ലോ പോലീസാണോ ആരെയാന്നിട്ട്. ആൾട്ടൊക്കെ നമ്മളെ എൻ്റെ വണ്ടി ആ സ്കൂട്ടിലാണ് വരുന്നുണ്ടായിരുന്നു, ഇടിക്കാൻ വന്നു. അപ്പം ജസ്റ്റ് ഞാൻ ചോദിച്ചു, എനിക്ക് നേരെ നോക്കി വണ്ടി ഓടിച്ചൂടെന്ന് ചോദിച്ചു. നമുക്കറിയില്ല. ഓൻ നേരെ വന്നിട്ട് അവന് ഷർട്ടിന് കോളർ പിടിച്ചു. ആ പോലീസാടെ കളി വന്നിട്ട് തന്നെ മർദ്ദിക്കുകയായിരുന്നു. സ്റ്റേഷനിലെത്തിയ ശേഷം പരാതിക്കാരന്റെ ATM, പാൻ കാർഡ്, ആധാർ കാർഡ് എന്നിവ SI എടുത്തു. മഞ്ജുനാഥിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് സുനിയെയും അതിനിടെ സ്റ്റേഷനിലെത്തിച്ച് മർദ്ദിച്ചതായും പരാതിയിലുണ്ട്. വിവരമറിഞ്ഞെത്തിയ സുഹൃത്തുക്കൾ ഇടപെട്ടതിനെ തുടർന്ന് മഞ്ജുനാഥിനെയും സുഹൃത്തുക്കളെയും ആശുപത്രിയിലെത്തിച്ചു. ഗുരുതരമായി പരിക്കേറ്റ പരാതിക്കാരനെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. SIക്കും ഒപ്പമുണ്ടായിരുന്ന 2 പോലീസുകാർക്കുമെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് മഞ്ജുനാഥ് ജില്ലാ പോലീസ് മേധാവിക്കുൾപ്പെടെ പരാതി നൽകിയിരിക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഊന്നൽ നൽകി തിരുവനന്തപുരം നഗരസഭ ബഡ്ജറ്റ്. 322 കോടി രൂപയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മാറ്റിവെച്ചിരിക്കുന്നത്. പാർപ്പിട നിർമ്മാണത്തിനായി 125 കോടിയും മാലിന്യ നിർമ്മാർജ്ജനത്തിനായി 43 കോടി രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത്. 1640 കോടി രൂപ വരവും 1504 കോടി രൂപ ചെലവും 135 കോടി നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് 10 പുതിയ മാതൃകാ റോഡുകൾ, മാർക്കറ്റുകൾ, വാണിജ്യ സമുച്ചയങ്ങൾ, പാർക്കിംഗ് ഏരിയ എന്നിവ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് പ്രാമുഖ്യം. പാർപ്പിട നിർമ്മാണത്തിന് 125 കോടി, ലൈഫ് പദ്ധതിയിൽ 2000 ഗുണഭോക്താക്കളെ കൂടി ഉൾപ്പെടുത്തുമെന്നും ഡെപ്യൂട്ടി മേയർ PK രാജുവിന്റെ ബജറ്റ് പ്രഖ്യാപനം. ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ ആരംഭിച്ച നഗരസഭ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 3214 സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ സംരംഭങ്ങളിലായി 275 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല 8133 പേർക്ക് തൊഴിൽ നൽകുന്നതിനും സാധിച്ചിട്ടുണ്ട്. സ്കൂളുകളിൽ ഓപ്പൺ ജിമ്മിനായി 2 കോടി ഉൾപ്പെടെ സമഗ്ര വിദ്യാഭ്യാസ പാക്കേജിന് 60 കോടി, ആരോഗ്യമേഖലയ്ക്ക് 58 കോടിയും കാർഷിക മേഖലയ്ക്ക് 28 കോടിയും,
സുരക്ഷിത യാത്രയ്ക്കായി 98 സ്ഥലങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കാനും തീരുമാനം. സ്ത്രീ സൗഹൃദ നഗരസഭയും ഇക്കുറി ബജറ്റിൽ ഇടം പിടിച്ചു. മുൻ വർഷങ്ങളിലെ പ്രഖ്യാപനങ്ങൾ പേരുമാറ്റി പ്രഖ്യാപിച്ചതാണെന്നാണ് പ്രതിപക്ഷ ആരോപണം. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷം ബജറ്റ് പാസാക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ രാജ്യാന്തര നിലവാരത്തിൽ സൗന്ദര്യവൽക്കരിക്കാനുള്ള പദ്ധതികൾക്ക് പുതുജീവൻ. മുടങ്ങിക്കിടന്ന പദ്ധതിയുടെ റീടെൻഡർ നടപടികൾ കഴിഞ്ഞ ദിവസം പൂർത്തിയായി. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി വിഭാവനം ചെയ്തത്. രാജ്യാന്തര നിലവാരത്തിൽ റെയിൽവേ സ്റ്റേഷൻ തായലങ്ങാടി റോഡ് വികസനവും സൗന്ദര്യവൽക്കരണവുമാണ് ലക്ഷ്യം. തെരുവത്ത് മുതൽ ക്ലോക്ക് ടവർ വരെയാണ് 5 കോടി രൂപ ചെലവിൽ പദ്ധതി നടപ്പാക്കുക. 2 വർഷം മുമ്പ് ആവിഷ്കരിച്ച പദ്ധതി കരാറുകാരന്റെ അനാസ്ഥ മൂലം മുടങ്ങുകയായിരുന്നു. എന്നെ നെല്ലിക്കുന്ന MLA ഇടപെടലിലാണ് പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചത്. അപ്പോൾ പുറമേ നിന്ന് ഏതൊരാളും കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ എന്നത് ഈ കാസർഗോഡ് നഗരത്തിൻ്റെ മുഖം എങ്ങനെയാണോ ആ മുഖം കണ്ടിട്ടായിരിക്കും കാസർഗോഡിനെ ഏതൊരാളും വിലയിരുത്തുക. അപ്പോൾ കാസർഗോഡിൻ്റെ മുഖം നമുക്ക് മിനുക്കിയെടുക്കേണ്ടതുണ്ട്. കാസർഗോഡിനെ കൂടുതൽ നമുക്ക് സുന്ദരമാക്കേണ്ടതുണ്ട്. പ്രകൃതി ഭംഗി നിലനിർത്തിക്കൊണ്ടായിരിക്കും നിർമ്മാണം. മരങ്ങൾക്ക് സംരക്ഷണ ഭിത്തി നിർമ്മിക്കും. റോഡിന്റെ ഇരുവശങ്ങളിലും ഇന്റർലോക്കും ഡ്രെയിനേജും ഉണ്ടാകും. വിശാലമായ പാർക്കിംഗ് ഏരിയയും ആധുനിക രീതിയിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രവും കിയോസ്കും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരവും അനുബന്ധ റോഡും രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയരും. ന്യൂസ് 18 കാസർഗോഡ്. കോതമംഗലം ഇളങ്ങവം ഗവൺമെന്റ് LP സ്കൂളിൽ പഞ്ചായത്ത് തല ഭാഷോത്സവം സംഘടിപ്പിച്ചു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA സെയ്ദ് അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി യുവജനങ്ങൾക്കുള്ള വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്തു. വാദ്യോപകരണങ്ങളുടെ വിതരണം വിജിൻ MLA നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് PP ഷാജിർ അധ്യക്ഷനായി. 6 ഗ്രൂപ്പുകൾക്കായി 38 ചെണ്ടകളാണ് പരിപാടിയിൽ വിതരണം ചെയ്തത്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നന്ദി.